നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ 30 വ്യാഴാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. തൊഴിൽ അന്വേഷിക്കുന്ന യുവതീ യുവാക്കൾക്ക് അർഹമായ തൊഴിലിടങ്ങളിൽ ജോലി ലഭിക്കുവാൻ ഇന്ന് യോഗമുണ്ട്. നിലച്ചിരിക്കാത്ത നേരത്ത് ഭാഗ്യാനുഭവങ്ങൾ തേടി വരാൻ സാധ്യതയുണ്ട്. ദാമ്പത്യപരമായ ഐക്യം നിലനിർത്താൻ സാധിക്കുന്നതാണ്. മൊത്തത്തിൽ അനുകൂലമായ ഒരു ദിവസമാണ് ഇന്ന് ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സന്താനങ്ങൾ മൂലം ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കാൻ ഇടയുണ്ട്. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ സംയമനം പാലിക്കുന്നത് ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പിതാവിന് രോഗാതി ദുരിതം ഉണ്ടാകുവാൻ ഇന്ന് ഇടയുണ്ട്. കുടുംബത്തിൽ നിന്നും മാറി അന്യദേശത്തേക്ക് തൊഴിൽ ചെയ്യേണ്ട സാഹചര്യം സംജാതമായേക്കാം. നിയമപരമായ കാര്യങ്ങളിൽ പരാജയം, സ്ത്രീകൾ മൂലം ദോഷാനുഭവങ്ങൾ എന്നിവയുണ്ടാകാൻ സാധ്യത കാണുന്നു. ഇന്ന് കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് പുതിയ പ്രോജക്ടുകൾ ലഭിക്കും. പുതിയ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ഉന്മേഷകരവും അനുകൂലവുമായ ഒരു ദിനമായിരിക്കും ഇന്ന് ഈ രാശിക്കാർക്ക്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വസ്തുപരമായ ലാഭം, കീർത്തി, എല്ലാ കാര്യങ്ങളിലും വിജയം എന്നിവ ഇന്ന് ഈ രാശിക്കാർക്ക് ഉണ്ടാകും. ശത്രുനാശം, സത്പുത്രയോഗം, ധനപരമായ ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. ചിലർക്ക് അധികാരപ്രാപ്തിയുള്ള പുതിയ തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുന്ന നല്ല ദിവസമാണിത്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ജോലിസ്ഥലത്തും കുടുംബാംഗങ്ങളുടെ ഇടയിലും ചില അപവാദങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അവയെ ശാന്തതയോടെയും വിവേകത്തോടെയും നേരിടാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ദുരിതമുണ്ടാകാൻ ഇടയുണ്ട്. കരുതലോടെയുള്ള സമീപനം മാനഹാനി ഒഴിവാക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. മാതൃസ്ഥാനത്ത് ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നവർക്ക് ഗുണഫലമുണ്ടാകും. അല്ലാത്തപക്ഷം മാതാവിനോ മാതൃസ്ഥാനത്തുള്ളവർക്കോ അരിഷ്ടതയും രോഗാവസ്ഥയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഉചിതമായിരിക്കും. പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബപരമായ സൗഖ്യം, രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി, ശത്രുനാശം എന്നിവ ഇന്നുണ്ടാകും. സ്വത്ത് സംബന്ധമായ കേസുകളിൽ വിജയമുണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പലപ്പോഴും വിജയത്തിന് കാരണമാവുമെന്ന് ബോധ്യപ്പെടും. ഇന്ന് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. മാനസിക ബുദ്ധിമുട്ടുകൾ, തൊഴിൽപരമായ ക്ലേശങ്ങൾ, രോഗാതി ദുരിതം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്തൃ സന്താനങ്ങളുമായി കലഹത്തിനോ അഭിപ്രായ വ്യത്യാസത്തിനോ ഇടയുണ്ട്. ധനനഷ്ടം, അപമാനം എന്നിവയുണ്ടാകാൻ സാധ്യത കാണുന്നു. ഇന്ന് എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ അഭിവൃദ്ധി, തൊഴിൽ രംഗത്ത് വിജയം, ധനപരമായ ലാഭം എന്നിവ ഇന്ന് ഫലത്തിൽ വരാം. ശരീരസുഖം, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത, വാഹനഭാഗ്യം, ഭാഗ്യാനുഭവങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. ദാമ്പത്യപരമായ ഐക്യം നിലനിർത്താൻ സാധിക്കുന്നതാണ്. സന്തോഷകരമായ ഒരു ദിനമായിരിക്കും ഇന്ന്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബപരമായി ചില അസന്തുഷ്ടികൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. മടി അനുഭവപ്പെടുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ തൃപ്തിക്കുറവ് ഉണ്ടാവുകയും ചെയ്യും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് അതിനായുള്ള അനുമതി ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഗുണം ചെയ്യും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. എല്ലാ കാര്യങ്ങളിലും വിജയം, ധനപരമായ ലാഭം, മനസ്സുഖം, കീർത്തി, ശരീരസുഖം, വിവാഹഭാഗ്യം എന്നിവയുണ്ടാകും. കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് അതൊക്കെ മാറി രമ്യതയിലും സ്വരുമയിലും കഴിയുവാൻ ഇന്ന് യോഗമുണ്ടാകുന്നതാണ്. അനുകൂലമായ ദിനമാണ് ഇന്ന്. ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.